മനുഷ്യരെ മൃഗങ്ങളിലൊന്നായി കരുതുന്നു. ഭൗതികമായ ഭാവനകളും നിഷ്ഠകളും ജീവിതത്തിൻ്റെ ഭാഗമാക്കി അസന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. എന്നാൽ ആത്മജ്ഞാനികൾ സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നു. അതിൻ്റെ ഫലമായി മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉപകാരവും അസന്മാർഗികളാൽ ഉപദ്രവവും ഉണ്ടാകുന്നു. ഏറിയ പങ്കും മനുഷ്യർ ഇഷ്ടപ്പെടുന്നത് കാപട്യം കലർന്ന ജീവിതം. കാരണം ശരീരമെന്ന ചിന്ത, ഇന്ദ്രിയങ്ങളുടെ ആർത്തി. ആ ചിന്തയിലൂടെ ഞാൻ വളരുകയും ഞാനാകുന്നതിനായി ഏതുതരം കാപട്യവും ശീലമാക്കുന്നു. കളങ്കിതവും മലിനമാക്കിയതുമായ മനസ്സുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നു. നിഷ്ഫലം.